തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകളിൽ ഉണ്ടായ മുന്നേറ്റവും തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിക്കാൻ കഴിഞ്ഞതും ബി.ജെ.പിക്ക് നൽകുന്ന ആത്മവിശ്വാസം ചെറുതൊന്നുമല്ല. ഒപ്പം രാജീവ് ചന്ദ്രശേഖരന്റെ നേതൃത്വത്തിൽ നടക്കുന്ന പ്രവർത്തനങ്ങളും ബി.ജെ.പിക്ക് വലിയ മുന്നേറ്റം ഉണ്ടാക്കിയിരിക്കുന്നു. വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ബി.ജെ.പി ലക്ഷ്യം വയ്ക്കുന്നത് കേരളം മുഴുവൻ മത്സരിക്കാനല്ല, എന്ന് പറഞ്ഞ് എല്ലാ സീറ്റിലും ഒഴിവാകുന്നു എന്നല്ല, വിജയസാധ്യതയുള്ള കൂടുതൽ സീറ്റുകളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനും പരമാവധി എം.എൽ.എമാരെ ഉണ്ടാക്കുന്നതിനുമാണ് ബി.ജെ.പിയുടെ ശ്രദ്ധ. ഈ വരുന്ന നിയമസഭാ ഇലക്ഷന് ബി.ജെ.പി പരീക്ഷിക്കുന്ന പുതിയ തന്ത്രം ഇതായിരിക്കും. 36ഓളം മണ്ഡലങ്ങൾ ബി.ജെ.പിയുടെ എ ക്ലാസ് മണ്ഡലങ്ങളാണ്. അവ കേന്ദ്രീകരിച്ച് കൂടുതൽ ശക്തമായി പ്രവർത്തിക്കുക, പരമാവധി വോട്ട് നേടുക, വിജയിക്കുക എന്നുള്ളതാണ് ബി.ജെ.പിയുടെ ലക്ഷ്യം. ഏറ്റവും കുറഞ്ഞത് 10 എം.എൽ.എമാരെയെങ്കിലും നിയമസഭയിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞാൽ അത് ബി.ജെ.പിക്ക് ഉണ്ടാക്കുന്ന കുതിപ്പ് ചെറുതൊന്നുമല്ല. എന്തായാലും 3 മുന്നണികളും ശക്തമായി ഏറ്റുമുട്ടുന്ന ഈ നിയമസഭാ പോരാട്ടത്തിൽ മിക്കവാറും എല്ലാ മണ്ഡലങ്ങളിലും ത്രികോണ മത്സരം തന്നെയായിരിക്കും. എന്നാലും ബി.ജെ.പി ശ്രദ്ധിക്കുന്നത് ചില മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ചായിരിക്കും. കേരളത്തിലാകെ ഒരു ഇളക്കി മറിക്കലിനല്ല ബി.ജെ.പി ശ്രമിക്കുന്നത്. വിജയസാധ്യതയുള്ള അതുപോലെ തന്നെ പോക്കറ്റ് വോട്ടുകളുള്ള മണ്ഡലങ്ങളിൽ കൃത്യമായി ശ്രദ്ധ കേന്ദ്രീകരിക്കുക, വിജയിച്ചു വരിക. ഇത്തരം മണ്ഡലങ്ങളിൽ മിക്കവാറും സ്ഥാനാർത്ഥികളുടെ ലിസ്റ്റ് അണിയറയിൽ പൂർത്തിയായി കഴിഞ്ഞു. ഇനി കേന്ദ്ര നേതാക്കളെത്തി പ്രഖ്യാപിച്ചാൽ മാത്രം മതിയാകും. അവരോട് അതാത് മണ്ഡലങ്ങളിൽ കൃത്യമായി ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ബി.ജെ.പി നിർദ്ദേശവും നൽകിയിരുന്നു. ഇടയ്ക്ക് ചില അസ്വാരസ്യങ്ങൾ ഉണ്ടായെങ്കിലും ബി.ഡി.ജെ.എസിനെ കൂടെ നിർത്താനും 20ഓളം സീറ്റുകൾ അവർക്ക് മാറ്റിവെക്കാനും ബി.ജെ.പി തീരുമാനിച്ചു കഴിഞ്ഞു. എറണാകുളം ജില്ലയിൽ താരതമ്യേന അപ്രസക്തമായ ബി.ജെ.പി 2020യുടെ വരവോടുകൂടി കരുത്താർജിച്ചിരിക്കുകയാണ്. അവർക്ക് ആത്മവിശ്വാസം വർദ്ധിച്ചിരിക്കുകയാണ്. 2020ക്കും ആവശ്യമായ സീറ്റുകൾ നൽകാൻ ബി.ജെ.പിയിൽ ധാരണയായി കഴിഞ്ഞു. തലസ്ഥാന ജില്ലയായ തിരുവനന്തപുരത്ത് തന്നെ 5ഓളം സീറ്റുകൾ പ്രതീക്ഷിക്കുന്ന ബി.ജെ.പി കൊല്ലം, അതുപോലെ തന്നെ പത്തനംതിട്ട, ആലപ്പുഴ, ആറന്മുള, പൂഞ്ഞാർ, പാല, കാഞ്ഞിരപ്പള്ളി, തൃപ്പൂണിത്തുറ, എറണാകുളം എന്നീ പ്രദേശങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കും. കൂടാതെ തന്നെ 36 മണ്ഡലങ്ങളാണ് ബി.ജെ.പി എ ക്ലാസ് മണ്ഡലങ്ങളായി പ്രതീക്ഷിക്കുന്നത്. അവിടെയൊക്കെ വിജയിക്കാനുള്ള സാധ്യതകൾ ബി.ജെ.പി തേടുന്നുമുണ്ട്. പുതിയ രാഷ്ട്രീയ സഖ്യങ്ങളും അതുപോലെ തന്നെ പുതിയ നേതാക്കളെയും മറ്റു പാർട്ടികളിൽ നിന്ന് എത്തിക്കാനുള്ള ശ്രമവും ബി.ജെ.പി നടത്തുന്നുണ്ട്. അമിത്ഷായുടെയും മോദിയുടെയും വരവ് ബി.ജെ.പിക്ക് വലിയ പ്രതീക്ഷയാണ് നൽകുന്നത്. തിരുവനന്തപുരത്ത് യഥാർത്ഥത്തിൽ മോദി ബി.ജെ.പിയുടെ ഇലക്ഷൻ പ്രചരണം ഉദ്ഘാടനം ചെയ്തതുപോലെയായിരുന്നു. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളക്കേസ് തങ്ങൾക്ക് അനുകൂലമായ വോട്ടാക്കി മാറ്റുന്നതിന് ബി.ജെ.പിയുടെ ഭാഗത്തു നിന്ന് ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ പുതിയ കേരളം, വികസിത കേരളം എന്ന മുദ്രാവാക്യം ഉൾപ്പെടുത്തി പുതിയ പ്രഖ്യാപനങ്ങളിലൂടെ കേരളം പിടിച്ചെടുക്കാൻ തന്നെയാണ് ബി.ജെ.പി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അത് മുഖ്യമന്ത്രി സ്ഥാനത്തേക്കുള്ള മത്സരമല്ല, യഥാർത്ഥത്തിൽ ഏറ്റവും കുറഞ്ഞത് 10 സീറ്റുകളെങ്കിലും നേടുന്നതിനുള്ള ശക്തമായ പോരാട്ടം. മുൻപുണ്ടായിരുന്നതുപോലുള്ള കുതിരക്കച്ചവടങ്ങളും പാലം വലികളും പരസ്പരം പാരവയ്പ്പുകളും ബി.ജെ.പി നേതൃത്വത്തിൽ ഇല്ലാതിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഒരുപക്ഷെ ബി.ജെ.പിയുടെ ആഗ്രഹം, പ്രതീക്ഷ നടന്നേക്കാം. എന്തായാലും കാത്തിരിക്കാം. പുതിയ വാർത്തകളും വിശേഷങ്ങളുമായി ഉടൻ ഈ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക.